ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നു ഒരു വ്ലോഗ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഫസ്റ്റ് ട്രൈമസ്റ്ററിനെ പറ്റിയുള്ള ഒരു ചെറിയൊരു വ്ലോഗ് ചെയ്യാമെന്ന് വെച്ചാണ്. എൻ്റെ എക്സ്പീരിയൻസ് ആണ്. എല്ലാവർക്കും ഒരുപോലെ അല്ല. പ്രഗ്നൻസി കഴിയുന്നതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ സിംറ്റംസും കാര്യങ്ങളുമാണ്. ഞാൻ ഈ ട്രൈമസ്റ്ററിലൂടെ കടന്നു പോയതും ആ കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ എനിക്ക് തേർഡ് ട്രൈമസ്റ്റർ ആയി. ഓൾമോസ്റ്റ് ഡെലിവറി ടൈം ഏതാണ്ട് അടുക്കാറായി. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഫസ്റ്റ് ട്രൈമസ്റ്ററിനെ പറ്റി മാത്രമാണ് പറയുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് ചെറിയൊരു വ്ലോഗാണ് ഞാൻ ചെയ്യുന്നത്. മിക്കവർക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നിരുന്നാലും എന്റെ അനുഭവം എങ്ങനെയാണ് എന്ന് നിങ്ങളോട് കൂടി ഞാൻ ഷെയർ ചെയ്യാൻ വിചാരിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരുടെയും ഡൗട്ട് ആയിരിക്കും, പ്രഗ്നൻസി പ്ലാനിങ് ആണോ അതോ പ്ലാനിങ് ആണോ അൺഎക്സ്പെക്റ്റഡ് ആണെന്ന്. എന്റെ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ പ്ലാൻഡ് ആയിരുന്നു, പക്ഷെ അൺഎക്സ്പെക്റ്റഡും ആണ്. അത് ഇപ്പോൾ തന്നെ ക്യാരിങ് ആവും അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ പോസിറ്റീവ് ആവും എന്ന് നമ്മൾ വിചാരിച്ചിരുന്നില്ല. ഓക്കെ, അങ്ങനെ കിട്ടിയതാണ്. കൂടുതലും ഫസ്റ്റ് പ്രഗ്നൻസി ആണെങ്കിൽ തന്നെ എല്ലാവർക്കും ഡൗട്ടുകളാണ്. എങ്ങനെയൊക്കെ നമുക്ക് എന്തെങ്കിലും കുഞ്ഞു സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്താൽ പോലും നമുക്ക് ഡൗട്ടായിരിക്കും. ഈ സമയത്ത് ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളും വരും. ഈ ഒരു ടൈം പ്രഗ്നൻസി ആയതും അടുത്തിടെ പ്രഗ്നൻസി കഴിഞ്ഞവരോടും ഒക്കെ ഞാൻ ചോദിക്കാറുണ്ട്. ഞാൻ കൂടുതലും പറയുന്നത് വെച്ചാൽ നമ്മുടെ ഡോക്ടറിനോട് ചോദിക്കും. നമ്മളെ സ്കാനിങ് നമ്മുടെ ബോഡിയെ പറ്റി കൂടുതൽ അറിയാവുന്ന നമ്മുടെ ഡോക്ടറിനായിരിക്കുമല്ലോ. ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നമ്മൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാൻ പഠിക്കും. ഇത് എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയാണ്. അപ്പോൾ തന്നെ എനിക്ക് ഈ LMB കാര്യങ്ങളൊന്നും കറക്റ്റ് അറിയില്ലായിരുന്നു. ഞാൻ കരുതിയിരുന്നത് പീരീഡ്സ് നമ്മൾ ഡിലേ ആയി ആ ഡേറ്റ് തൊട്ട് നെക്സ്റ്റ് ഇനി വരുന്ന മന്ത് ആയിരിക്കും നമ്മുടെ പ്രഗ്നൻസി മന്ത് കാൽക്കുലേറ്റ്, ഫസ്റ്റ് മന്ത്, സെക്കൻഡ് മന്ത്, തേർഡ് മന്ത് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. ശരിക്കും അങ്ങനെയല്ല. നമ്മളെ ലാസ്റ്റ് പീരീഡ് ആയിട്ടുള്ള ഡേറ്റ് തൊട്ടാണ് നമ്മൾ ഫസ്റ്റ് മന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം 3 മന്താണ്. അതായത് ഒരു 12 വീക്സ്. ആദ്യത്തെ ഒരു 12 വീക്സ് നമ്മൾ പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നത് തന്നെ ഒരു 1 മന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നത്. ഓക്കെ, അതായത് പീരീഡ്സ് നമുക്ക് ലാസ്റ്റ് പീരീഡ്സ് ആയിട്ട് നെക്സ്റ്റ് പീരീഡ്സ് ആവാതിരിക്കുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമല്ലോ. അപ്പോഴാണ് നമ്മൾ പ്രഗ്നന്റ് ആയെന്ന് പറഞ്ഞാൽ നമ്മൾ കാർഡ് നോക്കും, അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. അങ്ങനെ അറിയുമ്പോഴാണ്. പിന്നെ മെയിൻ ആയിട്ട് ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഫസ്റ്റ് തന്നെ കാർഡ് ടെസ്റ്റ് ചെയ്തു. കാർഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവ് ആകുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, എല്ലാവരോടും പറയാം പ്രഗ്നന്റ് ആയി. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ട്രൈമസ്റ്ററിലെ സ്കാനിങ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ മറ്റുള്ളവരോട് റിവീൽ ചെയ്യാൻ പാടുള്ളൂ. ഫസ്റ്റ് ഞാൻ കാർഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ ഞാൻ സ്വാഭാവികമായിട്ട് നമ്മളിവിടെ എല്ലാവരോടും പറയും ക്യാരിങ്ങാണ്. പക്ഷെ ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കാർഡ് ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. കാർഡ് ഡോക്ടറിനെ കാണിച്ചു കൊടുക്കും. ഡോക്ടറിന് നമുക്കൊരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, β-HCG എന്ന് പറഞ്ഞൊരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. അതിൽ നമുക്ക് നോക്കണം കൗണ്ട് ആയിട്ടുണ്ടോ, കൗണ്ട് എത്രയാണെന്നുള്ളത് നോക്കണം എന്നോ. അങ്ങനെ ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് വലിയ കൗണ്ട് ആയിട്ടില്ല. ചെറിയ എത്ര പെർസെൻറ്റേജ് കൗണ്ട് ആയിട്ടുള്ളൂ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് 2 വീക്സും കൂടി കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. 2 വീക്സ് എന്തോ കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. 2-3 വീക്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, കാരണം കൗണ്ട് കുറവാണ്. കാരണം നമ്മളിവിടെ എല്ലാവരും നോക്കുമ്പോൾ കാർഡ് ടെസ്റ്റ് ചെയ്ത് അത് 2 വരേക്കും പോസിറ്റീവ് ആയി എന്ന് പറഞ്ഞ് തുള്ളിച്ചടുക്കും. ശരിക്കും അങ്ങനെയല്ല. ഫസ്റ്റ് മുന്നേ ബ്ലഡ് ടെസ്റ്റ് നമ്മൾ ചെയ്ത് അതിന് കൗണ്ട് കൂടുതലാണെങ്കിൽ നമ്മൾ എത്ര പെർസെൻറ്റേജ് നമ്മൾ പ്രഗ്നന്റ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു 3 വീക്സ് ഒക്കെ കഴിഞ്ഞ് ഞാൻ β-HCG ബ്ലഡ് ടെസ്റ്റ് ഒന്നുകൂടെ ചെയ്തു. അപ്പോൾ കൗണ്ട് കൂടിയിട്ടുണ്ട്, പോസിറ്റീവ് ആണ്. ഓക്കെ, പിന്നെ നമ്മൾ മെയിനായിട്ട് റിവീൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞില്ലേ 3 മന്ത്, അതായത് 12 വീക്സ് കഴിഞ്ഞിട്ട് ശരിക്കും നമ്മൾ പ്രഗ്നന്റ് ആണെന്ന് നമുക്ക് നമ്മൾ മറ്റുള്ളവരോട് റിവീൽ ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് സ്കാനിങ് ഇതിനിടയ്ക്കുണ്ട്. അതിൽ ചിലർക്ക് 2 ടൈംസ്, എനിക്ക് 2 തവണ സ്കാൻ ചെയ്തു. കാരണം ഡോക്ടർ ഒരു 6 വീക്സ് എന്തോ ആയപ്പോൾ 6 or 7 വീക്സ് എന്തോ ആയപ്പോൾ എന്നോട് വരാൻ പറഞ്ഞു, സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അതായത് കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഒരു ഇതാണ് നമ്മളെ കാര്യം. ആ ഹാർട്ട് ബീറ്റ് വരുന്നത് ആണ് നമുക്ക് കുട്ടിക്ക് ഒരു പ്രോപ്പറായിട്ട് ആ കുഞ്ഞ് നമ്മളെ വയറ്റിൽ ജനനം ഇതാകുന്നു എന്ന് അറിയുന്നത് ഫസ്റ്റ് ആ ഹാർട്ട് ബീറ്റിൻ്റെതാണ്. ഓക്കെ, ബീറ്റ് വരുന്നത് 6 to 8 വീക്സ് വരെയൊക്കെയാണ് ഹാർട്ട് ബീറ്റ് വരുന്നത്. അത് വന്നില്ലെങ്കിൽ മാത്രമാണ് ഡോക്ടർ പിന്നെ പറയുന്നത് പ്രഗ്നൻസി നല്ലതാണോ ഇതാണോ എന്ന് ഫസ്റ്റ് സ്റ്റേജിൽ പറയുന്നത്. അപ്പോഴായിരിക്കും പിന്നെ 2 സ്കാനിങ് എന്തോ ഉണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് സ്കാനിങ്ങിൽ ഞാൻ പോയപ്പോൾ എനിക്ക് ഹാർട്ട് ബീറ്റ് വന്നിട്ടില്ലായിരുന്നു. ഒരു 6 വീക്സ് ഒക്കെ കഴിയാറായപ്പോഴാണ് ഞാൻ പോയത്. പിന്നെ ഡോക്ടറിന് 8 വീക്സ് 2 വീക്സ് കൊണ്ട് കഴിഞ്ഞിട്ട് വരാം. 8 വീക്സ് ആയപ്പോൾ ഞാൻ ചെന്നു. അപ്പോൾ ഹാർട്ട് ബീറ്റ് വന്നായിരുന്നു. ഓക്കെ, ശരിക്കും യൂട്രസിൽ കുഞ്ഞ് ഉറപ്പായിട്ടുണ്ടോ എന്ന് അറിയിക്കുന്ന ഒരു സ്കാനിങ്ങും കൂടിയാണ്. ആ ഒരു സ്കാനിങ്ങിന് കഴിഞ്ഞാൽ മാത്രമേ ശരിക്കും നമുക്ക് എത്ര പെർസെൻറ്റേജ് ഓക്കെ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരുപാട് പേർക്ക് മിസ്കാരേജും കാര്യങ്ങളും കാണും, ട്യൂബിൽ കുഞ്ഞ് ജനിക്കുന്നത് കാണും. അപ്പോൾ അതൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നത് ഈ ഒരു സമയത്താണ്. ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഡോക്ടർ ആദ്യം പ്രഗ്നന്റ് ആണെന്ന് റിവീൽ ചെയ്ത സമയത്ത് തന്നെ ഫോളിക് ആസിഡ് ടാബ്ലറ്റും പിന്നെ അയൺ ടാബ്ലറ്റും തന്നിട്ടുണ്ടായിരുന്നു. 3 മന്ത് ഒക്കെ ആയപ്പോഴാണ് തന്നത്. അയൺ ടാബ്ലറ്റും തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഗ്രോത്തിന് വേണ്ടിയിട്ടും കാര്യങ്ങളുമാണ് ഫോളിക് ആസിഡ് തരുന്നത്. അപ്പോൾ അത്
ഈ ഫോളിക് ആസിഡ് ടാബ്ലറ്റ് മെയിൻ ആയിട്ട് നമ്മൾ കഴിക്കുന്നതിനെ വെച്ച് നമുക്ക് ബർത്ത് ഇഫക്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറാനൊക്കെ. സ്കാനിങ് ക്ലാസിന്റെ ആന്റീരിയർ ലോ ലൈൻ ആയിരുന്നു. അത് എത്രയോ സെന്റിമീറ്റർ 2 സംതിങ് സെന്റിമീറ്റർ ലോ ലൈൻ ആണെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിലും ക്ലാസിന്റെ ലോ ലൈൻ ആണ് ശ്രദ്ധിക്കേണ്ടെന്നല്ല, പക്ഷേ 2 സെന്റിമീറ്റർ എന്തോ താഴെയാണെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ കെയർ ചെയ്യണം. കാരണം ബ്ലീഡിംഗ് ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ബെഡ് റെസ്റ്റ് എടുക്കണം. ഈ ബെഡ് റെസ്റ്റ് എന്ന് പറയുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ നമ്മുടെ ബോഡിക്കാണെങ്കിലും നമ്മുടെ ഭാവിക്കാണെങ്കിലും നല്ലതല്ല. ബെഡ് റെസ്റ്റ് ഒന്നും നല്ലതല്ല. നമ്മൾ കൂടുതലും സമയത്ത് ആക്റ്റീവ് ആയിരിക്കുക. നമ്മൾ മുമ്പ് എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കാര്യങ്ങൾ കൂടുതലും ഓട്ടോ ചാട്ടോ കുളിഞ്ഞ് വെയിറ്റ് എടുക്കുക, വെയിറ്റ് ഒന്നും എടുക്കരുത്, അതൊക്കെ മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ നേരത്തെ എങ്ങനെയാണോ അതുപോലെയാണ്. ഞാൻ ഫുൾ ഹാപ്പി ആയിരുന്നു. ക്ലാസിന്റെ ലോ ലൈൻ ആണ്, കെയർ ചെയ്യണം. ട്രാവലിംഗ് അനാവശ്യമായിട്ടുള്ള ട്രാവലിംഗ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. മുമ്പ് യാത്ര ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വന്ന് സ്കാൻ ചെയ്തപ്പോൾ ക്ലാസിന്റെ ലോ ലൈൻ ആയത്. അപ്പോഴെനിക്കൊരു ഇതായിരുന്നു, നമ്മൾ യാത്രയൊക്കെ ചെയ്തു എന്നുള്ള ഒരു ആയിരുന്നു. ഞാൻ സേഫ് ആയിട്ട് നമ്മൾ ട്രാവൽ ചെയ്യാം, പക്ഷെ സേഫ് ആയിട്ടുള്ള ട്രാവലിംഗ് ചെയ്യണം. നമുക്ക് എന്താണോ ഇഷ്ടം നമ്മൾ അതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. നമ്മൾ ആക്റ്റീവ് ആയിരിക്കുമ്പോഴേ നമ്മുടെ ബേബിക്ക് ആക്റ്റീവും ബ്രെയിൻ ഗ്രോത്തും അതൊക്കെ അതനുസരിച്ച് ഉണ്ടാവുള്ളൂ. നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോഴേ ബേബിക്ക് അതനുസരിച്ചുള്ള ഗ്രോത്തും കാര്യങ്ങളും കാണുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഞാൻ മാക്സിമം എനിക്ക് ഇഷ്ടമുള്ള എനിക്ക് പോകാൻ, ഞാൻ ഫിലിമിലൊക്കെ സിനിമ കാണാനൊക്കെ പോകുമായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ അത്യാവശ്യം ഞാൻ യാത്രയൊക്കെ ചെയ്ത് രാത്രിയൊക്കെ ഫുഡ് കഴിക്കാൻ പോകുമായിരുന്നു. എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് എന്നെ സേഫ് ആയിട്ട് കൊണ്ടുപോകുന്ന എനിക്ക് വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് അതുകൊണ്ട് പേടിയില്ലായിരുന്നു. എന്തായാലും നമുക്കൊരു 3 മന്ത് വരെ നമ്മൾ ശ്രദ്ധിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ബേബി ഓക്കെ ആയി നമ്മൾ യൂട്രസിൽ ഉറപ്പ് പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അത്ര ഒരു ഇത് വേണ്ട. സിംറ്റംസ് ഞാൻ പറയാം. എനിക്ക് ചിലർക്ക് മോർണിംഗ് സിംറ്റംസ് ആണ് കേട്ടിട്ടുള്ളത്, ചിലർക്ക് 3 മന്ത് വരെ വോമിറ്റിങ്ങും കാര്യങ്ങളുണ്ട്. എനിക്ക് എന്താ പറയുക, ഫസ്റ്റ് ഒരു 2 മന്ത് കഴിയാറായപ്പോൾ തൊട്ട് ഇതുവരെ വോമിറ്റിങ് ഒരു രക്ഷയില്ല. ഭയങ്കര വോമിറ്റിംഗ് എന്ന് വെച്ചാൽ ഭയങ്കര വോമിറ്റിംഗ്. ഒരു ഫുഡ് പോലും കഴിക്കുക, ഫുഡ് എന്തെങ്കിലും കഴിച്ചാൽ ചിലപ്പോൾ ഗ്യാസിന്റെ പ്രോബ്ലം ആയിട്ട് വന്ന് ശബ്ദിക്കും, അല്ലെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന ശബ്ദം. അതാണ് എനിക്ക് ഏറ്റവും വലിയ ഫേസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് വോമിറ്റിംഗ്. ഭയങ്കര വോമിറ്റിംഗ് ആയിരുന്നു. പക്ഷെ ഞാൻ ഈ വോമിറ്റിംഗിന്റെ ഇടയിൽ ഞാൻ കൂടുതലും ആക്റ്റീവായി ഞാൻ വെറുതെ ഇരിക്കില്ല. പിന്നെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഈ പ്രഗ്നൻസി ടൈമിലും ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീട്ടിലിരിക്കുന്ന മാത്രമല്ല, നമ്മൾ ഇപ്പോൾ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞാൽ റെസ്റ്റ് എപ്പോഴും കിടക്കുന്ന അത് ശരിക്കും നമുക്ക് ഹെൽത്തിന് നല്ലതുമല്ല. മാത്രമല്ല ഞാൻ തോന്നുന്നു ഞാൻ വർക്ക് ചെയ്യാനൊക്കെ പോയി അങ്ങനെയൊക്കെ ആയതാണ് കൂടുതൽ എനിക്ക് ഈ വോമിറ്റിംഗ് സിംറ്റംസ് ഉണ്ടായിരുന്നിട്ട് പോലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു. വോമിറ്റ് ചെയ്യും, എന്നിട്ട് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ എന്താ പറയാ, ആ ഒരു ഇതിലായിരുന്നു. മനസ്സിലായി, ഈ ഒരു സിംറ്റംസ് ഉണ്ടെങ്കിൽ ഈ ഒരു പ്രഗ്നൻസി ആണെന്ന് പറഞ്ഞ് പ്രത്യേകം മാറിയിരിക്കുന്ന അങ്ങനെ ഒരു സംഭവമല്ല. ഓക്കെ, കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കുക. മെയിൻ ആയിട്ട് വേണ്ടത് നമുക്ക് ഈ സമയത്ത് നമുക്ക് കെയറിങ് ആണ്, ഫാമിലി സപ്പോർട്ടും. മെയിൻ ആയിട്ട് നമുക്ക് പാർട്ട്ണർ ഫാമിലി സപ്പോർട്ടാണ് ഈ സമയത്ത് വേണ്ടത്. ഓക്കെ, അത് എനിക്ക് വേണ്ടിയിടത്തോളം കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഹാപ്പിയായി നമ്മൾ ഇരിക്കുന്നെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് അതും ഒരു ഘടകമാണ്. ഓക്കെ, ഏറ്റവും കൂടുതലും ശ്രദ്ധ കിട്ടുന്ന സമയവും ഏറ്റവും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സമയവും ഇതാണ്. ഈ ഒരു സമയത്തല്ലാതെ നമുക്ക് ഇങ്ങനെ കിട്ടത്തില്ല. പിന്നെ അത് കഴിയുമ്പോൾ നമുക്ക് അമ്മയായി പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷെ ഈ ഒരു സമയം എന്ന് പറയുന്നതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കെയറിങ് കിട്ടുന്നത്. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ കിട്ടുന്ന അതേ കെയറിങ് ആയിട്ട് നമുക്ക് ഈ ഒരു ടൈം കിട്ടുന്നത്. ഓക്കെ, എല്ലാവരും ഇല്ല. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഹാപ്പിയായി നമ്മൾ എൻജോയ് ചെയ്ത് ആക്റ്റീവ് ആയിട്ട് ഇരിക്കാൻ നോക്കാം. ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ ഫുഡ് കഴിക്കാം, എന്തൊക്കെ ഫുഡ് കഴിച്ചുകൂടാന്ന് പറഞ്ഞു. മെയിനായിട്ട് നമ്മൾ കഴിച്ചുകൂടാത്ത ഫുഡ് എന്ന് വെച്ചാൽ ജങ്ക് ഫുഡാണ്. ജങ്ക് കൂടുതൽ ഓയിലി ഫുഡ്, ഗ്യാസ് ഒക്കെ ഉണ്ടാക്കുന്ന ഫുഡ് ഉണ്ടല്ലോ. ഈ ഒരു സമയത്ത് നമ്മൾ അലട്ടുന്ന പ്രശ്നമാണ് ഗ്യാസ് ട്രബിൾ. എനിക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു ഗ്യാസ് ട്രബിൾ. പ്രത്യേകിച്ച് സാമ്പാർ ഒക്കെ കഴിക്കണമെങ്കിൽ, സാമ്പാർ മാത്രമല്ല പുളിച്ചതോ മധുരം കഴിക്കുന്നെങ്കിൽ, ഒരുപാട് മധുരം കഴിക്കുന്നെങ്കിൽ ഒന്നും എനിക്ക് പറ്റില്ല. എന്തെങ്കിലും വോമിറ്റിംഗ് ആണ്, പക്ഷേ ഈ ഗ്യാസിന്റെ പ്രോബ്ലം കൊണ്ടും വരാറുണ്ടായിരുന്നു. ടാബ്ലറ്റും കാര്യങ്ങളും ഈ ഫോളിക് ആസിഡും ഇതും അല്ലാതെ അനാവശ്യമായിട്ട് നമ്മൾ ടാബ്ലറ്റ് ഒന്നും കഴിക്കുന്ന അത്ര നല്ലതല്ല. ആ ഡോക്ടേഴ്സ് പോലും നമുക്ക് എന്തെങ്കിലും വയ്യായിക ഉണ്ടെങ്കിൽ മാത്രമേ അവർ സജസ്റ്റ് ചെയ്യാറുള്ളൂ. അപ്പൊ എനിക്ക് ഗ്യാസ് പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ എന്തെങ്കിലും പൊളിച്ചതോ എന്തെങ്കിലും പൊളിച്ചതല്ല, ഈ സമയത്ത് പൊതുവേ നമുക്ക് എന്തോ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഗ്യാസിന്റെ പ്രോബ്ലംസ് ഈ സമയത്ത് കൂടുതലായിരിക്കും. അല്ലാതെ എല്ലാവരും കാണുമെങ്കിൽ ഈ സമയത്ത് കൂടുതലായിരിക്കും. അരിസ്കോണിന്റെ ഒരു മരുന്ന് തന്നായിരുന്നു, ഒരു സിറപ്പ് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിക്കും. രാവിലെ വേറെ വൈകിട്ട് കഴിച്ചിട്ടാണ് ഫുഡ് കഴിക്കണം. അത് കഴിച്ചിട്ടും പ്രശ്നങ്ങളില്ലെന്നില്ല, ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഈ ഒരു സമയത്ത് എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ എന്തൊക്കെ പ്രിവെന്റ് ചെയ്യാൻ നോക്കാം, നമ്മൾ മെഡിസിൻസ് എടുത്താലും ചിലപ്പോൾ നമുക്കത് എഫക്റ്റ് ആവില്ല. ഓക്കെ, വോമിറ്റിംഗ് കൂടുതലാണെങ്കിൽ ഡോക്ടേഴ്സ് ടാബ്ലറ്റ് തരാറുണ്ട്. ഓക്കെ, അതും നമുക്ക് ഒരുപാട് അങ്ങനെ ടാബ്ലറ്റ് അങ്ങനെ കഴിച്ചുകൂടാം. അതും നമുക്ക് തീരെ നമുക്ക് പറ്റാത്തപ്പോൾ മാത്രമാണ് നമ്മൾ ടാബ്ലറ്റ് കഴിക്കാറ്. എന്നും പറഞ്ഞ് നമ്മൾ ഒരുപാട് വോമിറ്റ് ചെയ്ത് നടക്കാനും പാടില്ല. അത് നമ്മൾ കുഞ്ഞിന്റെ
ബ്രെയിൻ പ്രശ്നമാണ്. ബോഡിയിൽ അസറ്റോണിന്റെ അളവ് കൂടുതൽ ഉണ്ടാകുമ്പോഴാണ് കൂടുതലായിട്ടും ഛർദ്ദിൽ ഉണ്ടാകുന്നത്. അല്ലാത്തവർക്കും വോമിറ്റിംഗ് ഉണ്ട്. പക്ഷെ എനിക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ അസറ്റോൺ നെഗറ്റീവ് ആയിരുന്നു. അതുകൊണ്ട് ഡോക്ടേഴ്സ് അങ്ങനെ ടാബ്ലറ്റ് ഒന്നും എനിക്ക് തന്നിട്ടില്ല. അപ്പൊ എന്നോട് എനിക്ക് വോമിറ്റിംഗ് ഒക്കെ ആണെന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കും, എനിക്ക് ടാബ്ലറ്റ് തന്നില്ല, എന്താ ടാബ്ലറ്റ് തരാത്തെ ചോദിക്കാതെ. അപ്പൊ ഞാൻ ഡോക്ടറോട് പറയുമ്പോൾ ഡോക്ടർ പറയും കഴിക്കാൻ പറ്റുന്ന കുറച്ച് ഫുഡായിട്ട് കഴിക്കണം. നമ്മൾ സാധാരണ എപ്പോഴും 3 നേരം കഴിക്കുന്നതിന് സ്പ്ലിറ്റ് ചെയ്ത് ഫുഡ് കഴിച്ച് നോക്ക്, വോമിറ്റ് ചെയ്താലും വീണ്ടും കഴിക്കാൻ നോക്കാമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് എൻ്റെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞില്ല. ഞാനിത് എൻ്റെ പേഴ്സണൽ കാര്യമാണ് ഞാൻ പറഞ്ഞത്, എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഈ എന്തെങ്കിലും ഡൗട്ട്സോ എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഓക്കെ.